ഹലോ കൂട്ടുകാരെ, എന്താണ് സെൽഫ് ലവ്? അറിയണ്ടേ? നമുക്ക് നോക്കാം. ഒരു വ്യക്തിക്ക് സെൽഫ് ലവ് പരിശീലിക്കാൻ കഴിയുന്നതിന് മുൻപ് ആദ്യം അതിൻ്റെ അർത്ഥം എന്താണെന്ന് നാം മനസ്സിലാക്കണം. എന്താ അത്? നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വളരുന്ന സ്വയം വിലമതിക്കുന്ന അവസ്ഥയാണ് സെൽഫ് ലവ്. എന്താ പറയുന്നത്? നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയെ, അതായത് സ്വയം വളരുന്നതിന് ആവശ്യമായ കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വളരുന്ന സ്വയം വിലമതിക്കുന്ന, നമ്മൾ തന്നെ നമ്മൾക്കൊരു വില കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സ്വന്തം ക്ഷേമത്തിനും സന്തോഷത്തിനും ഉയർന്ന പരിഗണന നൽകുക എന്നതാണ് സ്വയം സ്നേഹം, അതായത് സെൽഫ് ലവ്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിനായി സെൽഫ് ക്ഷേമം ത്യജിക്കാതിരിക്കുക, അതായത് സ്വയം വിഷമിച്ചും കൊണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന കാര്യമൊക്കെ നിർത്തുക, സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുക എന്നതാണ് സെൽഫ് ലവ്. അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞതിന് തൃപ്തിപ്പെടാതിരിക്കുക എന്നതാണ് സെൽഫ് ലവ്. അതായത് നമ്മൾ അർഹിക്കുന്നത് നമ്മൾക്ക് ലഭിച്ചിരിക്കണം, അതിൽ നമ്മൾ തൃപ്തിപ്പെടാതിരിക്കുക. അതായത് അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ തൃപ്തിപ്പെടാതിരിക്കുക. അതായത് സ്വയം സ്നേഹം, സെൽഫ് ലവ് എന്നത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അർത്ഥം നൽകാം. സ്വയം സ്നേഹം, അതായത് സെൽഫ് ലവ് എന്നതിന് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥം കൊടുക്കാം. കാരണം നമുക്കെല്ലാവർക്കും സ്വയം പരിപാലിക്കാൻ നിരവധി വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് സെൽഫ് ലവ് എങ്ങനെയായിരിക്കും എന്ന് കണ്ടെത്തുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സെൽഫ് ലവ് നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് സ്റ്റാർട്ടിങ് സെൽഫ് ലവ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അത് തുടക്കക്കാരെ കൊണ്ട് എന്താണ് അത് സെൽഫ് ലവ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. നിങ്ങളെക്കുറിച്ച് സ്നേഹത്തോടെ സംസാരിക്കുക, അതായത് നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ സ്നേഹത്തോടെ മാത്രം സംസാരിക്കാൻ പാടുള്ളൂ. സ്വയം മുൻഗണന കൊടുക്കുക, നമ്മൾക്ക് സെൽഫിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക. സ്വയം വിലയിരുത്തലിൽ നിന്ന് ഒരു ഇടവേള നൽകുക, അതായത് സ്വയം നമ്മളിങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കത് പറ്റില്ല, എനിക്കത് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒരു ഗ്യാപ്പ് കൊടുക്കുക. സ്വയം വിശ്വസിക്കുക, എനിക്കത് സാധിക്കും എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുക. സ്വയം സത്യസന്ധത പുലർത്തുക, അതായത് എപ്പോഴും നമ്മൾ നല്ല സത്യസന്ധരായിരിക്കണം, അതിൽ ശ്രദ്ധിക്കുക. സ്വയം നല്ലവനാവുക, അതായത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ സെൽഫായിട്ട് നല്ലവനാവുക. അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള അതിരുകൾ സ്ഥാപിക്കുക, അതായത് എന്തിനും നോ പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷത്തിനെ കളഞ്ഞും കൊണ്ട് നമ്മൾ അതിന് യെസ് പറയേണ്ട ഒരു ആവശ്യമില്ല. നോ പറയേണ്ടടുത്ത് നോ പറയാം. നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുകയോ നല്ലവരാവുകയോ ചെയ്യാത്തപ്പോൾ സ്വയം ക്ഷമിക്കുക. അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ വല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളോടൊരു റിഗ്രറ്റ് തോന്നും. ആ ടൈമിൽ നമുക്ക് ദേഷ്യമാണ് വരിക. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നെ പുറത്തു കൊടുക്കുക. നമ്മൾ സാരില്ല എന്ന് നമ്മൾ തന്നെ ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം, ഇറ്റ്സ് ദയർ പ്രോബ്ലം, ഐ ആം ഓക്കെ എന്ന് നമ്മൾ പറയാം. ഓക്കെ, ദെൻ ഇനി പലർക്കും സെൽഫ് ലവ് എന്നത് ഒരു സ്വയം പരിചരണം എന്ന് പറയാനുള്ള മറ്റൊരു മാർഗമാണ്. സ്വയം പരിചരണം, അതായത് സെൽഫായിട്ടുള്ള ഹീലിംഗ് പരിശീലിക്കുന്നതിന് നമ്മൾ പലപ്പോഴും അടിസ്ഥാന കാര്യങ്ങളിലേക്ക് മടങ്ങണം. കൂടാതെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ ശരീരങ്ങളെ ശ്രദ്ധിക്കുക, പിന്നെ ജോലിയിൽ നിന്ന് ഇടവേളകൾ എടുക്കുക, ഇടയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ എടുക്കുക, വർക്കിനൊക്കെ ഒരു ഇടവേള കൊടുക്കുക. പിന്നെ ഫോണ് താഴെ വെച്ചിട്ട് നിങ്ങളുമായോ മറ്റുള്ളവരുമായോ ഒക്കെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുക. അതായത് ഫോണല്ലാതെ നമ്മൾ ലൈവ് കോണ്ടാക്റ്റ്, അതായത് നേരിട്ട് സംസാരിക്കുക, അല്ലാതെ ഇങ്ങനെ ഫോണിൽ കൂടിയുള്ള കണക്ഷൻ ഒഴിവാക്കിയിട്ട് നേരിട്ട് പോയി കണ്ട് സംസാരിക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചെടികൾ നടുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതുക, അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുക. അതായത് ഫോണിനൊന്നും ഒഴിവാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളും കഴിക്കാട്ടോ. അതായത് ആരോഗ്യകര അല്ലെങ്കിൽ കൂടിയിട്ട് ചിലപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ അത് ആരോഗ്യകരമായിരിക്കണം എന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ആരോഗ്യകരം അല്ലെങ്കിൽ കൂടിയിട്ട് എനിക്കത് സന്തോഷം തരുന്നുണ്ടെങ്കിൽ ഞാനത് കഴിക്കുക. സ്വയം സ്നേഹിക്കുക എന്നതിനർത്ഥം ഈ നിമിഷത്തിൽ നിങ്ങൾ
ആയിരിക്കുന്ന എല്ലാറ്റിനെയും അതേപടി സ്വീകരിക്കുക എന്നാണ്. അതായത് ഈ നിമിഷത്തിൽ ലിവ് ദിസ് മൊമെൻ്റ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് ഈ നിമിഷത്തിൽ നിങ്ങളായിരിക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളതിനെയും ഒക്കെ അതേപടി നമ്മൾ സ്വീകരിക്കുക. പിന്നെ നമ്മളുടെ വികാരങ്ങളെ അതുള്ള പോലെ സ്വീകരിക്കുക. കരച്ചിൽ വന്നു കഴിഞ്ഞാൽ കരയുക, സന്തോഷം വന്നു കഴിഞ്ഞാൽ സന്തോഷിക്കുക. അതുപോലെ നമ്മുടെ ശാരീരികവും അതുപോലെ ഇമോഷണലും അതുപോലെ മാനസികമൊക്കെ ആയിട്ടുള്ള ക്ഷേമത്തിന് പ്രയോറിറ്റി കൊടുക്കുക. അതൊക്കെയാണ് ഈ സെൽഫ് ലവ് കൊണ്ട് അർത്ഥം. അതായത് സ്വയം സ്നേഹിക്കുക എന്നതിന് അർത്ഥം എന്താണ്? ഈ നിമിഷത്തിൽ നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടിനെ നമ്മൾ സ്നേഹിക്കുക, അതുപോലെ അതിനെ അതേപടി സ്വീകരിക്കുക, നമ്മുടെ ഇമോഷൻസിനെയൊക്കെ അതുപോലെ നമ്മൾ സ്വീകരിക്കുക. അതേ ഒരു മാനസികമായിട്ടുള്ള ക്ഷേമത്തിന്, നമ്മുടെ മാനസിക ക്ഷേമത്തിന് പ്രയോറിറ്റി നൽകിയും കൊണ്ട് ആ മൊമെൻറ്റിനെ നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. ഇനി സ്വയം സ്നേഹം അല്ലെങ്കിൽ സെൽഫ് ലവ് എന്തുകൊണ്ടാണ് അത് പരിശീലിക്കേണ്ട ആവശ്യമുണ്ട്? നമ്മൾ സെൽഫ് ലവ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊന്നല്ല ഈ കേരളത്തിലുള്ളവർ. മറ്റ് കേരളീയരെ സംബന്ധിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പല സന്തോഷങ്ങളെയും ത്യജിക്കുന്നവരാണ്. അപ്പോൾ അത് ത്യജിച്ചിട്ട് ഈ നിലയിൽ എത്തിയവരും ആയിരിക്കാം. പക്ഷെ എങ്കിലും ഇനിയെങ്കിലും ഈ നിമിഷം മുതലെങ്കിലും സെൽഫ് ലവിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ സ്വയം സ്നേഹം അല്ലെങ്കിൽ സെൽഫ് ലവ് എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് പരിശീലിക്കണം എന്ന് നോക്കാം നമുക്ക്. എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്താനായിട്ട് സെൽഫ് ലവ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യപ്പെടും എന്ന് നമുക്ക് ഇപ്പം അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ സ്വയം ഉയർന്ന നമ്മൾ തന്നെ നമുക്ക് ഒരു ബഹുമാനം, റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? നമുക്ക് തന്നെ നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കുക. അങ്ങനെ കരുതുമ്പോൾ നമ്മുടെ നല്ലതിനെ നമുക്ക്, ക്ഷേമത്തിനെ, നമ്മുടെ സന്തോഷത്തിനെ നമുക്ക് പരിപോഷിക്കാനും അതുപോലെ നമുക്ക് നന്നായി സേവിക്കുന്നതുമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് നമുക്ക് നല്ല രീതിയിൽ സർവീസ് കൊടുക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതായത് നമ്മൾ തന്നെ നമ്മളേനെ നല്ല റെസ്പെക്റ്റോട് കൂടിയിട്ട് നമുക്ക് ഒരു സ്നേഹമൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് നല്ല സന്തോഷത്തോട് കൂടിയിട്ടും ചെയ്യുന്ന സർവീസുകളും നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി തിരഞ്ഞെടുക്കാനും എല്ലാത്തിനും സാധിക്കും. ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം അല്ലെങ്കിൽ ആരോഗ്യകരമായ ബന്ധങ്ങൾ, ഇതൊക്കെ ഈ രൂപത്തിലൊക്കെയും നമുക്ക് സെൽഫ് ലവ് നമുക്ക് പ്രകടാക്കാൻ പറ്റും. ഇനി നമുക്ക് സെൽഫ് ലവ് പരിശീലിക്കാനായിട്ട് കുറച്ച് വഴികളുണ്ട്. എങ്ങനെയാണ് സെൽഫ് ലവ് പരിശീലിക്കാനുള്ള വഴികളിൽ പെടുന്നവ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോധവാന്മാരാകുക. അതായത് കൂടുതൽ ആത്മസ്നേഹമുള്ള ആളുകൾക്ക് അവർ എന്താണ് ചിന്തിക്കുന്നത്, അനുഭവിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്നിവ അറിയാനുള്ള പ്രവണതയുണ്ട്. അതായത് നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്ന ആളുകളാവുമ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്നതൊക്കെ അറിയാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും. പിന്നെ കൂടാതെ ഇനി ആഗ്രഹത്തേക്കാൾ ആവശ്യത്തെ അടിസ്ഥാനമാക്കി നടപടികൾ സ്വീകരിക്കുക. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ആവശ്യമുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമ്മളതിനെ കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്ന പാസ്റ്റ് ഉണ്ടാവില്ലേ, പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ സ്വയം സ്നേഹം കുറയ്ക്കുന്ന യാന്ത്രികമായിട്ടുള്ള പെരുമാറ്റ രീതികളിൽ നിന്നൊക്കെ നമുക്ക് പിന്മാറാൻ സാധിക്കും. അതായത് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ പാസ്റ്റിനെയൊക്കെ നമ്മൾ മറന്ന് നമ്മൾ സ്വയം സ്നേഹം കുറയ്ക്കുകയാണ്. നമ്മൾ പാസ്റ്റിൽ നമ്മൾ അങ്ങനെയായിരുന്നു അതൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ലിവ് ദിസ് മൊമെൻറ്റ്, എന്താ പറയുക, നല്ല പെരുമാറ്റ രീതികളിലേക്ക് നമ്മൾക്ക് മാറാനായിട്ട് സാധിക്കും. പിന്നെ നല്ല സ്വയം പരിചരണം പരിശീലിക്കുക. അതായത് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നന്നായി നമ്മൾ പരിപാലിക്കുക. അപ്പോൾ നമുക്ക് സ്വയം കൂടുതൽ സ്നേഹിക്കപ്പെടാൻ സാധിക്കും. കൂടുതൽ ആത്മസ്നേഹമുള്ള ആളുകൾ നല്ല പോഷകാഹാരം, വ്യായാമം, ശരിയായ ഉറക്കം, അടുപ്പം, ആരോഗ്യകരമായ സാമൂഹിക ഇടപെടലുകൾ തുടങ്ങിയ ആരോഗ്യകരമായ പ്രവർത്തനങ്ങളിലൂടെ ദിവസവും സ്വയം പോഷിപ്പിക്കപ്പെടും. സ്വയം സെൽഫ് ഇംപ്രൂവ്ഡ് ആയിരിക്കും നമ്മൾ. ഇനി ആരോഗ്യകരമായ ശീലങ്ങൾക്ക് ഇടം നൽകുക. എന്തൊക്കെയാണ് പറയണത്? നിങ്ങൾ എന്ത് കഴിക്കുന്നു, എങ്ങനെ വ്യായാമം ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്നിവയിൽ അത് പ്രതിഫലിച്ചും കൊണ്ട് സ്വയം ശരിക്കും പരിപാലിക്കാൻ തുടങ്ങുക. കാര്യങ്ങൾ ചെയ്യുക, അതായത് ചെയ്തു തീർക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളെക്കുറിച്ച് കരുതലുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചും കൊണ്ട് ആരോഗ്യകരമായ ശീലങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. അവസാനമായിട്ട് സ്വയം സ്നേഹം പരിശീലിക്കുന്നതിന്
നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരാളോട് ചെയ്യുന്നത് പോലെ നിങ്ങളോട് ദയയും ക്ഷമയും സൗമ്യതയും അനുകമ്പയും പുലർത്തിക്കൊണ്ട് ആരംഭിക്കുക. അതായത് സ്വയം സ്നേഹിക്കുക, സ്വയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ തന്നെ നമ്മളതിനെ ശ്രദ്ധിച്ചും കൊണ്ട് നമ്മളുടെ വികാരങ്ങളേനെയും ഒക്കെ നമ്മൾക്ക് വിഷമം വന്നാലും സാരില്ല, വിഷമിക്കണ്ട എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ വേറൊരു വ്യക്തിയായി കണ്ടുകൊണ്ട് നമ്മൾ സമാധാനിപ്പിക്കുക. നമ്മുടെ മനസ്സിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ തന്നെ ആയിരിക്കണം. അങ്ങനെയൊക്കെ ചിന്തിച്ചും കൊണ്ട് സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ എന്താണ് സെൽഫ് ലവ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്വയം സ്നേഹവും അതിൻ്റെ അർത്ഥവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മുടെ സന്തോഷം, സ്വയം സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ക്ഷേമത്തിനും സന്തോഷത്തിനും ഉയർന്ന പരിഗണന നൽകുക എന്നതാണ് സ്വയം സ്നേഹം. അതായത് മറ്റുള്ളവരെ അവഗണിക്കണം എന്നൊന്നും അതിനർത്ഥമില്ല. നമ്മൾക്ക് ആയിരിക്കണം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതാണ് ഈ സ്വയം സ്നേഹം അല്ലെങ്കിൽ സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെൽഫ് ലവ് ഉള്ളവർക്ക് മാത്രമാണ് നല്ലൊരു വ്യക്തി ആയിരിക്കാനും അതുപോലെ ഈ സമൂഹത്തിനെ സന്തോഷിപ്പിക്കാനും സമൂഹത്തിലിറങ്ങി ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാനും ഓരോന്നിനും കഴിയുള്ളൂ. അപ്പോൾ സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഹാപ്പി ലൈഫ് ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു.